മന്ത്രിസംഘം സന്ദർശിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമായില്ല. ആധുനിക സൗകര്യങ്ങളുമായി 4 നില കെട്ടിട സമുച്ചയം നിർമ്മിക്കുമെന്നും ഇതിനായി 15 കോടി ചിലവഴിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ ഇതിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറി കാണാം. ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ്. മേൽക്കൂരയിലെ കോൺക്രീറ്റ് പാളികൾ പലയിടത്തും ഇളകി വീണ് ഉള്ളിലെ കമ്പികൾ പുറത്തു കാണാം. ഇവിടെ എത്തുന്ന യാത്രക്കാരും KSRTC ജീവനക്കാരും സ്റ്റാൻഡിനുള്ളിലെ കച്ചവടക്കാരുമൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന അപകടത്തിന്റെ ഭീതിയിലാണ്. മന്ത്രി KN ബാലഗോപാലും മുകേഷ് MLAയും ഉൾപ്പെട്ട സംഘം കഴിഞ്ഞ മാസം സ്ഥലം സന്ദർശിച്ചിരുന്നു. ആധുനിക രീതിയിൽ പുതിയ KSRTC ബസ് സ്റ്റേഷൻ ഉടൻ വരുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. 4 നിലകളിലായി അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയൊരു KSRTC ബസ് സ്റ്റേഷൻ എന്നായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞത്. കൂടാതെ ചുറ്റുമതിൽ, പ്രവേശന കവാടം, ജലവിതരണം, അങ്ങനെ കേൾക്കാൻ സുഖമുള്ള കുറെ പ്രഖ്യാപനങ്ങൾ. ബസ് സ്റ്റേഷന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദ്രുതഗതി നടക്കുകയാണ്. 15 കോടി രൂപയാണ് ഇപ്പോൾ അതിന് അനുവദിച്ചിരിക്കുന്നത്. 10 കോടി ബഡ്ജറ്റിൽ നിന്നും വെച്ചു. അതുപോലെ MLA ആസ്തി ഫണ്ടുമായി ബന്ധപ്പെട്ട 5 കോടി, അങ്ങനെ കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച തുടങ്ങും. അതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഡിസൈനായി ASന്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യമുണ്ട്. ASന്റെ എല്ലാം ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. കൊല്ലത്തിന് വളരെ അഭിമാനകരമായ ഒരു ബസ് സ്റ്റാൻഡായിട്ട് വരും. ഇത് ഇപ്പോഴുള്ളത് കായൽ തീരത്ത് താഴോട്ടിറങ്ങി പോകണം. ഇവിടെ മെയിൻ റോഡിനോട് NHനോട് ചേർന്ന് തന്നെ വരുന്ന തരത്തിലാണ് ഒരു 3-4 നിലയുള്ള അത്യാവശ്യ സൗകര്യങ്ങളുള്ള ഒരു സംവിധാനമാണ് KSRTCയുടെ ഡിസൈനകത്ത് വരുന്നത്. ബജറ്റിൽ വകയിരുത്തിയ 10 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 5 കോടി രൂപ, മൊത്തം 15 കോടി രൂപയ്ക്ക് ഇത് പൂർത്തിയാക്കുമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നും അതിനിടയിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്ന പേടിയിലുമാണ് യാത്രക്കാർ. 15 കോടി മുടക്കി അത്യാധുനിക രീതിയിലുള്ള KSRTC സമുച്ചയം എന്നതാണ് മന്ത്രിയുടെ വാഗ്ദാനം. എന്നാൽ അത്രയൊന്നും മുടക്കിയില്ലെങ്കിലും ഇതിൻ്റെ ദയനീയാവസ്ഥ ഒന്ന് മാറിക്കിട്ടിയാൽ മതി എന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളുടെ മെല്ലപ്പോക്ക് പുതിയൊരു വിഷയമല്ല. എന്നാൽ ഇവിടെ ഏത് നിമിഷവും സംഭവിക്കാവുന്ന അപകടത്തിൽ പരാതികൾ നൽകി മടുത്ത യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. ഇവിടെ നിൽക്കുന്നവർക്ക്, ഇവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു KSRTC ഒരു കൊറിയർ എടുക്കാൻ വേണ്ടി വന്നാൽ പോലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ല. കൊറിയർ സാധനം പോലും ഇവിടെ വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ഡോറിൻ്റെ ഐറ്റംസോ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവച്ചാൽ പോലും ഇത് എപ്പോഴാണ് വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ നാട് ഇങ്ങനെയൊക്കെ ആയാൽ പോരാ. കാലം മാറുമ്പം എല്ലാം മാറണം. ഈ ഒരു അവസ്ഥ നമ്മൾ എന്നേ മാറേണ്ട അവസ്ഥ കഴിഞ്ഞു. നമ്മുടെ ഈ രാജ്യം എന്തുമാത്രം സിസ്റ്റമാറ്റിക് ആയാൽ തന്നെയും പക്ഷേ ഇതൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇനി മാറുമെന്നുള്ളൊരു വിശ്വാസം. ബസ് സ്റ്റാൻഡിൽ വരുന്ന ജനങ്ങൾക്ക് ഭയമില്ലാതെ അതിനകത്ത് കയറി ഒരു ബസ് യാത്ര ചെയ്യാൻ കൊല്ലം ഡിപ്പോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നടക്കുന്നില്ല. നമ്മൾ അവിടെ വെയിറ്റിംഗ് ഷെഡിൽ കയറിയിരുന്നാൽ മേളിൽ നിന്ന് സാധനങ്ങൾ പൊഴിഞ്ഞ് താഴോട്ട് വീണ് ഏത് സമയവും മരണം സംഭവിക്കാം, അപകടങ്ങൾ സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. കൂടുതലും തമിഴ്നാട് സർവീസ്, തിരുവനന്തപുരം സർവീസ്, കന്യാകുമാരി സർവീസ്, എറണാകുളം സർവീസ് എന്ന് വേണ്ട കർണാടക മറ്റുള്ള ഇൻഡർസ്റ്റേറ്റ് സർവീസുകളെല്ലാം നടത്തുന്ന ഒരു ഡിപ്പോയാണ്. ഇത്രയും ജനങ്ങൾക്ക് ഇവർക്ക് ഇവിടുത്തെ അസൗകര്യം കാരണം ഈ വരുന്ന സാധാരണക്കാരും പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ നമുക്കുള്ള ഒരു നോട്ടത്തിൽ ഈ പ്രൈവറ്റ് ഓണേഴ്സും ഇവർ തങ്ങളിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണോ ഇതുകളൊന്നും വികസിപ്പിക്കുകയോ ഈ ബിൽഡിങ്ങൊക്കെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു നോട്ടത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കൊല്ലത്തു നിന്നും സുധീഷ് നൽകും. സുധീഷ്, വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു പൊതുവികാരം എന്താണ്? വളരെ പേടിയോടെയാണ് യാത്രക്കാർ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ നിരവധി ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കൊല്ലം KSRTC സ്റ്റാൻഡ്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിനം പ്രതി ഈ KSRTC സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ നിരവധി ബസ്സുകളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ദയനീയാവസ്ഥയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇങ്ങനെ തുടരുന്നത്. ഇതിനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പലതവണ ഈ യാത്രക്കാരും ജീവനക്കാരും ഒപ്പം ഈ സ്ഥാപനത്തിനുള്ളിൽ KSRTC സ്റ്റാൻഡിനുള്ളിലെ ചില സ്ഥാപനങ്ങൾ, കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാർ പരാതികൾ പലതവണ പലയിടത്തും പറഞ്ഞു. പക്ഷേ അതൊന്നും ഫലം ഉണ്ടായില്ല എന്ന് വേണം ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് കരുതേണ്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഗതാഗത മന്ത്രി
KV ഗണേഷ് കുമാർ ഈ സ്ഥലത്ത് എത്തുകയും ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട അദ്ദേഹം ഉടൻ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അത് വെറും വാക്കായി ഇപ്പോഴും തുടരുകയാണ്. അന്നത്തെ ആ പ്രഖ്യാപനം അത് നടപ്പിലായില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ധനകാര്യമന്ത്രി വീണ്ടും കഴിഞ്ഞ മാസം എത്തി 15 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ട് നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു ബസ് സ്റ്റേഷൻ നിർമ്മിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത്. ആ പ്രഖ്യാപനങ്ങളും ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നു. പക്ഷേ അതിലും നടപടികൾ ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തുന്ന യാത്രക്കാർ ഭീതിയിലാണ്. കാര്യം ഏത് നിമിഷവും സംഭവിക്കാവുന്ന അപകടം. അങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ജനപ്രതിനിധികളും അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി സ്വീകരിക്കേണ്ടവരെ കണ്ണു തുറക്കുകയുള്ളൂ എന്നൊരു ചോദ്യമാണ് യാത്രക്കാർ നമ്മോട് ചോദിക്കുന്നത്. ശരി, വിവരങ്ങളാണ് കൊല്ലത്ത് നിന്നും സുധീഷ് നൽകിയത്.